ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണ്. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ക്ഷമിക്കുക, വെജിറ്റേറിയൻസിന് പറ്റുന്ന ഒരു കറിയല്ല, നോൺ വെജിറ്റേറിയൻസിന് പറ്റുന്ന കറിയാണ്. മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പൊട്ടറ്റോയും മുട്ടയും എല്ലാം ചേർത്തിട്ട് ഒരു പൊടിമാസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ട്രഡീഷണൽ പൊടിമാസ് അല്ല, പൊട്ടറ്റോ മുട്ട പൊടിമാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രഡീഷണൽ റെസിപ്പിയിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ട്രഡീഷണൽ പൊടിമാസിൻ്റെ റെസിപ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ദിവസം ചെയ്യാം. അത് വെജിറ്റേറിയൻ റെസിപ്പിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചോറിന് കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ. 2 ഉരുളക്കിഴങ്ങ് 2 മുട്ട ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് പൊടിമാസ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾ മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നതെങ്കിൽ 3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 3 പച്ചമുളക്, വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 2 അല്ലി എടുത്തിട്ടുണ്ട്, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 4 അല്ലി എടുക്കാം, ഒരു തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങും സവോളയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഉരുളക്കിഴങ്ങ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്തിട്ടല്ല ഉരുളക്കിഴങ്ങ് വേവിക്കുന്നത്, ആവിയിലാണ് വേവിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് തന്നെ ഇടണം കേട്ടോ ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളർ മാറിപ്പോവും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, ഈ ഒരു ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ടൊന്ന് കുറുകെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പച്ചമുളക് ചെരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ റെസിപ്പി ചെയ്യാം കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ സവോള ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. സവോള നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സവോള എടുത്തു എന്നേ ഉള്ളൂ, അത് മതിയല്ലോ, ആവശ്യത്തിനായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സവോള ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. 1-1.5 സവോളയൊക്കെ ചേർക്കാം. അപ്പോൾ സവോള കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ആദ്യം പൊടികളാണ് ചേർക്കുന്നത്, അതിന് ശേഷമാണ് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. നമ്മളിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടികളുടെ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർന്ന് ഒന്ന് കുക്കായി വരട്ടെ. സവോളയൊന്നും ബ്രൗണായി വരേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടികളും സവോളയും ഉരുളക്കിഴങ്ങും എല്ലാം ഒരുമിച്ച് ചേർത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഗരം മസാലപ്പൊടിക്ക് പകരമായിട്ട് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം കുക്കായി വരും. ഉപ്പ് ചേർക്കരുത്, ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ഹാഫ് കുക്കായി വന്നിട്ട് ഉപ്പ് ചേർക്കുക, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവാൻ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതിൽ വെളുത്തുള്ളി ചതച്ച് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി കട്ട് ചെയ്ത് ചേർത്തു എന്നേ ഉള്ളൂ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം അധികം വീഴാതെ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് ചൂടായി വരണം, അതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, അല്ലെങ്കിൽ ചെറിയ ബർണറിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റായി. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ ഉപ്പ് ഉരുളക്കിഴങ്ങിലേക്ക് നന്നായിട്ട് പിടിച്ചു വരും. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മുളക് പൊടിയും ചേർക്കുക. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഉൾഭാഗത്തേക്ക് ഉപ്പ് നന്നായിട്ട് പിടിച്ചു വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ റെസിപ്പി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് ഇനി ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരട്ടെ. നമുക്ക് മുട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ആവാറായി. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് നടുഭാഗത്ത് നിന്ന് മാറ്റി വെച്ചിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടാക്കുക. ഇതുപോലെ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. ഇനി നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട, കുറച്ച് മുളക് പൊടി, ഒരു 2 പിഞ്ച് മുളക് പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഈ ഉരുളക്കിഴങ്ങിൻ്റെ നടുഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വീണ്ടും കുക്ക് ചെയ്യാം. ഈ മുട്ടയൊന്ന് കുക്കായി വരട്ടെ, അതുവരെ അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആവുന്നു. നമുക്കൊന്ന് തുറക്കാം. മുട്ടയുടെ സൈഡൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നടുഭാഗം ഇളക്കി ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം മൊത്തത്തിൽ ഇളക്കി കൊടുക്കുക. ഈ മുട്ടയിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയ്ക്ക് എരിവ് ഉപ്പും കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പും മുളക് പൊടിയും ചേർക്കുന്ന കാര്യം പറഞ്ഞത്. ഇതൊന്ന് കുക്കായി വന്നിട്ട് നമുക്കെല്ലാം ഒരുമിച്ച് ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാനിൽ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ട് എല്ലാം ഒരുമിച്ചാക്കി എടുത്താലും മതി. ഇതാകുമ്പോൾ നമുക്ക് അധികം പാത്രങ്ങൾ കഴുകാതെ എളുപ്പത്തിൽ ജോലി കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. മുട്ടയുടെ എണ്ണമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. നമുക്കിപ്പോൾ എത്ര മുട്ട വേണം എന്നുള്ളതനുസരിച്ച് തീരുമാനിക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്ക് മുട്ട ചേർത്ത് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ സവോള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം വേണം ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർക്കാനായിട്ട്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതും കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. എങ്കിലും കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചു വരില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പൊടി പോലെ ആക്കിയാൽ ഉപ്പ് പിടിച്ചു വരുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ പൊടി പോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിമാസ് കാണാൻ തന്നെ അത്ര ഭംഗി ഉണ്ടാവില്ല, അല്ലാതെ കുഴഞ്ഞതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയും ട്രൈ ചെയ്ത് നോക്കാം, ഇതുപോലെയും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിരവിയ തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുപാട് ചേർക്കണ്ട, ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി മതി കേട്ടോ. ഒരുപാട് തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും. പിന്നെ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. എരിവ് കുറവാണെങ്കിൽ നമുക്കിനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവുണ്ട്, മുളക് പൊടിയുടെ എരിവുണ്ട്, ഗരം മസാലപ്പൊടിക്കും ചെറിയൊരു എരിവുണ്ട്. അതുകൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കില്ല. കുറവാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഉപ്പും എരിവും ഒക്കെ എന്നുള്ളത്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, എരിവൊക്കെ പാകത്തിനുണ്ട്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർക്കട്ടെ. ഇനി എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊടിമാസിൻ്റെ പരിപാടി. അപ്പോൾ ഇത് ട്രഡീഷണൽ ഉരുളക്കിഴങ്ങ് പൊടിമാസ് അല്ല കേട്ടോ. ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുട്ടയൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇനി ഇതൊരു 2 മിനിറ്റ് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആ കുഴഞ്ഞിരിക്കുന്ന ഫീൽ ഉണ്ടാവില്ല നമുക്ക്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സ്പ്രെഡ് ചെയ്തിടുക. ഇങ്ങനെ ഒരു 2 മിനിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിമാസ പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.